ഇറാനിൽ അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റത്തെ ഫ്രാൻസും സ്പെയിനും ശക്തമായി എതിർക്കുന്നതായി വാർത്ത വരുന്നു. അമേരിക്ക അനാവശ്യമായി മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നുകയറുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അന്താരാഷ്ട്ര മര്യാദകൾക്കും എതിരാണെന്നാണ് ഫ്രാൻസും സ്പെയിനും ആരോപിക്കുന്നത്. ഇറാൻ ആക്രമണത്തിന് തങ്ങളുടെ താവളങ്ങൾ വിട്ടുതരില്ല എന്ന് സ്പെയിൻ പറയുമ്പോൾ ഫ്രാൻസ് പറയുന്നത് അമേരിക്കൻ ആശ്രിതത്വം കുറച്ച് യൂറോപ്പ് സ്വന്തം സൈനിക ശക്തി വർദ്ധിപ്പിക്കണമെന്നാണ്. ഇറാനെതിരെയുള്ള ആക്രമണത്തിന് തങ്ങളുടെ മണ്ണിലെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായ ഏകപക്ഷീയമായ നീക്കമാണിതെന്ന് സ്പെയിൻ കുറ്റപ്പെടുത്തുന്നു. സ്പെയിനിന്റെ നീക്കത്തിൽ കുപിതനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്പെയിനുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും വിച്ഛേദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയിനിന്റെ പ്രതിരോധ ചെലവ് കുറവാണെന്ന് ട്രംപ് വിമർശിക്കുകയും ചെയ്തു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അമേരിക്ക സഖ്യകക്ഷികളിൽ നിന്ന് അകന്നു പോവുകയാണെന്നും അതിനാൽ യൂറോപ്പ് സ്വന്തം ആണവ പ്രതിരോധം ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.